എൻ സി എൻ ഈക്വൽ ടു ഡാഷ്. നമുക്കറിയാം എൻ സി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയലാണ്. അപ്പോൾ എൻ സി എൻ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എൻ ഫാക്ടോറിയൽ. ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് എൻ തന്നെയാണ്, അതുകൊണ്ട് എൻ മൈനസ് ആർ എന്ന് പറഞ്ഞാൽ 0 വരും. അപ്പോൾ 0 ഫാക്ടോറിയൽ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു 0 ഫാക്ടോറിയൽ 1. എൻ ഫാക്ടോറിയലും ക്യാൻസലായിട്ട് ഈക്വൽ ടു 1 കിട്ടും. ദെർഫോർ എൻ സി എൻ ഈക്വൽ ടു 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എൻ സി 3 ഈക്വൽ ടു എൻ സി 7 ഫൈൻഡ് എൻ. ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഇക്വേഷൻ ഇതാണ്. എൻ സി എ ഈക്വൽ ടു എൻ സി ബി ഇംപ്ലൈസ് എ പ്ലസ് ബി ഈക്വൽ ടു എൻ. എൻ സി എ ഈക്വൽ ടു എൻ സി ബി ആണെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു എൻ ആയിരിക്കും. ഹിയർ എൻ സി 3 ഈക്വൽ ടു എൻ സി 7. ദെർഫോർ എൻ ഈക്വൽ ടു 3 പ്ലസ് 7 ഈക്വൽ ടു 10. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 20C12 ഈക്വൽ ടു 20CR then one of the possible value of R equal to dash. നമുക്ക് തന്നിരിക്കുന്നത് 20C12 ഈക്വൽ ടു 20CR. ഇത് NCA ഈക്വൽ ടു NCB എന്നാണ്. ഇഫ് NCA ഈക്വൽ ടു NCB then N ഈക്വൽ ടു A പ്ലസ് B ആയിരിക്കും. 20C12 ഈക്വൽ ടു 20CR. therefore 12 plus R ഈക്വൽ ടു 20 or R is equal to 20 minus 12 equal to 8. Therefore R equal to 8. Another question, if NC9 equal to NC8 find NC17. NC9 equal to NC8. Therefore N equal to 9 plus 8 equal to 17. Then NC17 ഈക്വൽ ടു എന്നിന് പകരം 17 കൊടുത്താൽ 17C17. ഇനി NCNൻ്റെ വാല്യൂ 1 ആണെന്ന് നമ്മൾ കണ്ടു. അത് 17 ഈക്വൽ ടു 1 ആയിരിക്കും. ഇഫ് NC7 ഈക്വൽ ടു NC4 ഫൈൻഡ് NC2. ഗിവൺ NC7 ഈക്വൽ ടു NC4. therefore N is equal to 7 plus 4 equal to 11. now NC2 ഈക്വൽ ടു എന്നിന് പകരം 11 കൊടുത്താൽ 11C2 ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 11 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 11 മൈനസ് 2 ദാറ്റ് ഈസ് 9 ഫാക്ടോറിയൽ. ദെൻ 11 ഫാക്ടോറിയലിനെ 9 ഫാക്ടോറിയലിൻ്റെ ടേംസിൽ എഴുതാം. ദാറ്റ് ഈസ് 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ ക്യാൻസലാവും. പോയിട്ട് 11 ഇൻറ്റു 10 ബൈ 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1155. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി 3-digit numbers can be formed from the digits 1, 2, 3, 4, 5 if 1 repetition of the digits allowed and second part repetition of the digits not allowed. നമുക്കുള്ള നമ്പേഴ്സ്, ഗിവൺ നമ്പേഴ്സ് 1, 2, 3, 4, 5. ദെൻ 3-digit numbers ആണ് നമുക്ക് രൂപീകരിക്കേണ്ടത്. അതിൽ എ നോക്കുക, റെപ്പറ്റീഷൻ അലൗഡ് ആണ്. അപ്പോൾ 3-digit നമ്പേഴ്സിനെ നമുക്ക് 3 ബോക്സ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ കണക്കാക്കാം. അപ്പോൾ ഈ ബോക്സുകൾ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാമോ അത്രയും 3-digit നമ്പേഴ്സ് നമുക്ക് ഈ ഡിജിറ്റ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കാം. ഇതിലെ ഏറ്റവും റൈറ്റിലുള്ള ബോക്സ് യൂണിറ്റ് പ്ലേസിനെയും ഇത് 10th പ്ലേസിനെയും ഇത് 100th പ്ലേസിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ 5 ഡിജിറ്റ്സിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് ഈ 100th പ്ലേസ് ഫില്ല് ചെയ്യാം. അതായത് 5 ഡിഫറെൻറ്റ് വേസിൽ ഫില്ല് ചെയ്യാം. ഇനി റെപ്പറ്റീഷൻ അലൗഡ് ആണ്, അതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ച ഡിജിറ്റ് ഉൾപ്പെടെ ഈ 5 ഡിജിറ്റിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് 10th പ്ലേസും ഫില്ല് ചെയ്യാം. അപ്പോൾ അവിടെയും 5 ഡിഫറെൻറ്റ് വേസ് ഫില്ല് ചെയ്യാം. ഇനി അടുത്ത യൂണിറ്റ് പ്ലേസും നമുക്ക് ഈ 5 ഡിജിറ്റ്സിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാം. അതായത് 5 ഡിഫറെൻറ്റ് വേസിൽ ഇതും ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ബോക്സ് 5 ഡിഫറെൻറ്റ് വേസിൽ ഫില്ല് ചെയ്യാം. അതിനെ തുടർന്ന് സെക്കൻഡ് ബോക്സും 5 ഡിഫറെൻറ്റ് വേസിൽ ഫില്ല് ചെയ്യാം. തുടർന്ന് തേർഡ് ബോക്സും 5 ഡിഫറെൻറ്റ് വേസിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് യൂസിങ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്
using fundamental principle of counting, number of 3-digit numbers equal to 5 into 5 into 5 ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു 5 ക്യൂബ് ഈക്വൽ ടു 125. ബട്ട് 125 ഡിഫറെൻറ്റ് നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്യാം. ഇനി ഇതിൻ്റെ ബി പാർട്ട് റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ്. റെപ്പറ്റീഷൻ അലൗഡ് അല്ലാതാവുമ്പോൾ ഓർക്കുക, ഇവിടെയും 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ 3 ഓരോ പ്ലേസും ഓരോ ബോക്സുകളായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. ഇത് യൂണിറ്റ് പ്ലേസ്, 10th പ്ലേസ്, 100 പ്ലേസ്. ഇനി 100 പ്ലേസ് തൊട്ട് ഫില്ല് ചെയ്ത് തുടങ്ങാം. ഈ 5 ഡിജിറ്റ്സിൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് 100 പ്ലേസ് ഫില്ല് ചെയ്യാം. അതായത് 5 ഡിഫറെൻറ്റ് വേസിൽ 100 പ്ലേസ് ഫില്ല് ചെയ്യാം. ഇനി റെപ്പറ്റീഷൻ അലൗഡ് അല്ല, അതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്ത ഡിജിറ്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 5 എണ്ണത്തിൽ ഒരെണ്ണം നമ്മൾ ഇവിടെ യൂസ് ചെയ്തു, ബാക്കിയുള്ള 4 എണ്ണത്തിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് 10th പ്ലേസ് ഫില്ല് ചെയ്യാം. അതായത് 4 ഡിഫറെൻറ്റ് വേസിൽ ഫില്ല് ചെയ്യാം. ഇനി 2 എണ്ണം യൂസ് ചെയ്തു, ബാക്കിയുള്ള 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് യൂണിറ്റ് പ്ലേസ് ഫില്ല് ചെയ്യാം. അതായത് ഇൻ 3 ഡിഫറെൻറ്റ് വേസ് യൂസിങ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് നമുക്ക് FPC എന്ന് എടുക്കാം. യൂസിങ് FPC, നമ്പർ ഓഫ് 3-digit numbers equal to 5 into 4 into 3, that's equal to 60. Okay. അടുത്ത question. Find the number of 4-letter words with or without meaning which can be formed out of the letters of the word rose where repetition of the letters is not allowed. ഈ റോസ് എന്ന വാക്ക് അതിനകത്ത് 4 ലെറ്റേഴ്സ് ആണുള്ളത്, ROSE. ഈ 4 ലെറ്റേഴ്സ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന മീനിങ് ഉള്ളതോ ഇല്ലാത്തതോ ആയ 4-letter വേർഡ്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4-letter വേർഡ്സിനെ നമുക്ക് 4 വേക്കൻറ്റ് പ്ലേസുകളായിട്ട് കാണാം. ഇതിലെ ഓരോ സ്പേസും എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 4 ലെറ്റേഴ്സ് ഉണ്ട്. അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, റെപ്പറ്റീഷൻ ഓഫ് ദി ലെറ്റേഴ്സ് ഈസ് നോട്ട് അലൗഡ്. നമുക്ക് ഫസ്റ്റ് ബോക്സ് ഈ 4 ലെറ്ററിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. അതായത് 4 ഡിഫറെൻറ്റ് വേസിൽ ഫില്ല് ചെയ്യാം. സെക്കൻഡ് ബോക്സ് ഇവിടെ യൂസ് ചെയ്ത ലെറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള 3 ലെറ്റേഴ്സിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് സെക്കൻഡ് ബോക്സ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 വ്യത്യസ്ത രീതിയിൽ ഫില്ല് ചെയ്യാം. ദെൻ തേർഡ് ബോക്സ്, ഇപ്പോൾ 2 ലെറ്ററുകൾ ഇവിടെ യൂസ് ചെയ്തു, ബാക്കിയുള്ള 2 ലെറ്ററുകളെ ഇനി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലേതെങ്കിലും ഉപയോഗിച്ച് ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് 2 വ്യത്യസ്ത രീതിയിൽ ഫില്ല് ചെയ്യാം. ഇനി 3 ലെറ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞു, ബാക്കിയുള്ള 1 ലെറ്റർ ഉപയോഗിച്ച് ഇതും ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് 4-letter words equal to 4 into 3 into 2 into 1, that's equal to 24. അപ്പോൾ 24 4-letter വേർഡ്സ് ഉണ്ടാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി 4-digit ATM കോഡ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഇഫ് നോ ഡിജിറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ് യൂസിങ് ദി ഡിജിറ്റ്സ് 1, 2, 3 and 4? 1, 2, 3, 4 ഈ 4 ഡിജിറ്റ്സ് യൂസ് ചെയ്ത് എത്ര 4-digit ATM കോഡ് നമ്പേഴ്സ് ഉണ്ടാക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4-digit നമ്പേഴ്സിനെ നമുക്ക് 4 വേക്കൻറ്റ് ബോക്സുകൾ ഫില്ല് ചെയ്യുന്ന രീതിയിൽ കണക്കാക്കാം. അപ്പോൾ 4-digit നമ്പേഴ്സ് ആയതുകൊണ്ട് ഇത് യൂണിറ്റ് പ്ലേസ്, ഇത് 10th, ഇത് 100th പ്ലേസ്, ഇത് 1000th പ്ലേസ്. ഇനി നമുക്ക് ഈ 4 ഡിജിറ്റ്സ് 1, 2, 3, 4 ഈ 4 ഡിജിറ്റ്സിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് 1000th പ്ലേസ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് 4 ഡിഫറെൻറ്റ് വേസിൽ ഫില്ല് ചെയ്യാം. ഇനി ഇവിടെ യൂസ് ചെയ്ത ഡിജിറ്റ് നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 3 വേസിൽ ഫില്ല് ചെയ്യാം. ഇനി ഇപ്പോൾ 2 ഡിജിറ്റ്സ് ഇവിടെ യൂസ് ചെയ്തു, ബാക്കിയുള്ള 2 ഡിജിറ്റ്സിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ 2 വ്യത്യസ്ത രീതിയിൽ ഫില്ല് ചെയ്യാം. ദെൻ യൂണിറ്റ് പ്ലേസ് ബാക്കിയുള്ള 1 ഡിജിറ്റ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് 4-digit code numbers equal to
4 into 3 into 2 into 1, that's equal to 24. Question: how many chords can be drawn through 11 points on a circle? ഒരു സർക്കിളിൽ 11 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 11 പോയിൻറ്റ്സ് ഉപയോഗിച്ച് എത്ര കോഡ് മീൻസ് എത്ര ഞാണുകൾ വരയ്ക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സർക്കിളിലെ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് ഒരു കോഡ്. അപ്പോൾ 2 പോയിൻറ്റ്സ് ആവശ്യമുണ്ട്. ടു ഡ്രോ എ കോഡ് 2 പോയിൻറ്റ്സ് ആർ നീഡഡ്. 2 പോയിൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ 11 പോയിൻറ്റ്സിൽ നിന്നും 2 പോയിൻറ്റ്സ് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം എന്ന് കണ്ടുപിടിച്ചാൽ മതി. നമ്പർ ഓഫ് കോഡ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 points from 11 points. That's equal to 11C2 combination യൂസ് ചെയ്യണം. ഈക്വൽ ടു 11 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 11 മൈനസ് 2, ദാറ്റ് ഈസ് 9 ഫാക്ടോറിയൽ ഈക്വൽ ടു 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 9 ഫാക്ടോറിയൽ, ദാറ്റ്സ് ഈക്വൽ ടു 110 ബൈ 2 55. ഓക്കെ, therefore we can draw 55 chords. Okay, a bag contains 7 red balls and 5 white balls. Determine the number of ways in which 3 red balls and 2 white balls can be selected. ഒരു ബാഗിൽ 7 റെഡ് ബോളും 5 വൈറ്റ് ബോളും ഉണ്ട്. ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് വേസ് ഇൻ 3 റെഡ് ബോൾസ് ആൻഡ് 2 വൈറ്റ് ബോൾസ് ക്യാൻ ബി സെലക്റ്റഡ്. അതിൽ നിന്ന് 3 റെഡ് ബോളും 2 വൈറ്റ് ബോളും എത്ര വ്യത്യസ്ത രീതിയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് 7 റെഡ് ബോളിൽ നിന്ന് 3 റെഡ് ബോൾ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാമെന്ന് കണ്ടുപിടിക്കുന്നു. അതുപോലെ 5 വൈറ്റ് ബോളിൽ നിന്ന് 2 വൈറ്റ് ബോൾ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാമെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്പർ ഓഫ് വേസ് of selecting 3 red balls from 7 red balls equal to 7C3 equal to 7 factorial by 3 factorial into 7 minus 3, that is 4 factorial, which is equal to 7 into 5 into 7 into 6 into 5 into 4 factorial by 3 factorial എക്സ്പാൻഡ് ചെയ്യാം. 1 into 2 into 3 into 4 factorial ക്യാൻസൽ ചെയ്യുന്നു. 2 3 6 ആണ്, 7 35. അപ്പോൾ 35 വ്യത്യസ്ത രീതിയിൽ റെഡ് ബോൾസ് സെലക്ട് ചെയ്യാം. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് വൈറ്റ് ബോൾസ്, 2 വൈറ്റ് ബോൾസ് from 5 white balls equal to 5C2 equal to 5 factorial by 2 factorial into 3 factorial, which is equal to 5 into 4 into 3 factorial by 2 factorial 2 and 2 into 3 factorial, that's equal to 10. അപ്പോൾ 3 റെഡ് ബോൾ 35 വേസിലും 2 വൈറ്റ് ബോൾ 10 വേസിലും സെലക്ട് ചെയ്യാം. അപ്പോൾ റിക്വയർഡ് നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 35 into 10. therefore required number of ways ഈക്വൽ ടു, നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് യൂസ് ചെയ്യുന്നു. ഒരു ജോബ് റെഡ് ബോൾ 35 വ്യത്യസ്ത രീതിയിലും അതിനെ തുടർന്ന് വൈറ്റ് ബോൾ 10 വ്യത്യസ്ത രീതിയിലും സെലക്ട് ചെയ്യാമെങ്കിൽ using fundamental principle of counting, required number of ways equal to 35 into 10 equal to 350. അടുത്ത ക്വസ്റ്റ്യൻ: in how many ways can a team of 3 boys and 4 girls be selected from 6 boys and 6 girls? അപ്പോൾ 6 ബോയ്സും ഉണ്ട് 6 ഗേൾസും ഉണ്ട്. അവരിൽ നിന്ന് 3 ബോയ്സും 4 ഗേൾസിനെയും സെലക്ട് ചെയ്യണം. എത്ര വ്യത്യസ്ത രീതിയിൽ സെലക്ട് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 6
ബോയ്സിൽ നിന്ന് 3 ബോയ്സിനെ എത്ര വ്യത്യസ്ത രീതിയിൽ സെലക്ട് ചെയ്യാമെന്ന് കണ്ടുപിടിക്കുന്നു. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 3 boys from 6 boys equal to 6C3. Then number of ways of selecting 4 girls from 6 girls equal to 6C4. സിംപ്ലിഫൈ ചെയ്യേണ്ട, ലാസ്റ്റ് നമുക്ക് ഒന്നിച്ച് സിംപ്ലിഫൈ ചെയ്യാം. ദെൻ അപ്പോൾ നമുക്ക് 6C3 വേസിൽ ബോയ്സിനെ സെലക്ട് ചെയ്യാം, 6C4 വേസിൽ ഗേൾസിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ബോയ്സിനെയും ഗേൾസിനെയും നമുക്ക് സെലക്ട് ചെയ്യാവുന്ന വേസുകളുടെ എണ്ണം 6C3 × 6C4 ആയിരിക്കും. Therefore, required number of ways equal to 6C3 × 6C4. That's equal to 6 factorial by 3 factorial into 3 factorial into 6 factorial by 4 factorial into 2 factorial. That's equal to, ഇവിടെ 3 ഫാക്ടോറിയൽ ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്യാവുന്ന രീതിയിൽ 6 ഫാക്ടോറിയലിനെ 3 ഫാക്ടോറിയലിൻ്റെ ടേംസിൽ എഴുതാം. 6 × 5 × 4 × 3 ഫാക്ടോറിയൽ ബൈ ഒരു 3 ഫാക്ടോറിയൽ എക്സ്പാൻഡ് ചെയ്യാം, 1 × 2 × 3 × 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 × 5 × 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ 2 തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാവുന്നത് 4 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. ഇനി ക്യാൻസൽ ചെയ്യാവുന്നത് 2, 3, 6. അപ്പോൾ ഇവിടുത്തെ 6 ക്യാൻസൽ ചെയ്യാം. ദെൻ 2, 6, 3 വരും. 20 × 15 വരും. 20 × 15 ദാറ്റ്സ് ഈക്വൽ ടു 300. അപ്പോൾ 300 ഡിഫറെൻറ്റ് വേസിൽ 4 ഗേൾസിനെയും 3 ബോയ്സിനെയും സെലക്ട് ചെയ്യാം. ഓക്കെ. Find the number of ways of choosing a face card from a pack of playing cards. ഒരു പാക്കറ്റ് കാർഡിൽ 52 കാർഡുകളാണുള്ളത്. അതിൽ 12 കാർഡുകളാണ് ഫേസ് കാർഡുകളുള്ളത്. നമ്പർ ഓഫ് ഫേസ് കാർഡ്സ് ഇൻ എ പാക്ക് ഓഫ് കാർഡ്സ് ഈക്വൽ ടു 12. അപ്പോൾ ഈ 12 എണ്ണത്തിൽ നിന്നാണ് ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ടത്. Therefore, number of ways of selecting one card from 12 face cards equal to ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി, that is 12C1 equal to 12. Okay.